പ്രവാസി ലീഗ് കോഴിക്കോട് ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും ജില്ലയിലെ മുസ്ലിം ലീഗ് MLA-മാർക്ക് സ്വീകരണവും നൽകി. കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. 9 സീറ്റ് UDF കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടാവും. 9 സീറ്റ് കുറയാതെ ഇപ്പോൾ നേതാക്കന്മാർക്ക് അല്പം സ്വാഭാവികമാണ്. നേതാക്കന്മാർക്ക് ഇത്രയും വലിയ മാറ്റം ഒരു 2-ൽ നിന്ന് 9-ലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണല്ലോ. അത് അവർക്ക് വിശ്വാസം വന്നു. നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നടത്തിയിട്ടുള്ള ഈ വർക്ക് ആ മെക്കാനിസം നമ്മൾ കൃത്യമായി നടപ്പാക്കിയപ്പോൾ അതിനുള്ള റിസൾട്ട് വെച്ച് നേതാക്കന്മാർക്ക് നല്ല പ്രതീക്ഷയുണ്ടായി. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, പ്രവർത്തനം നീക്കി. നമ്മുടെ സംസ്ഥാന നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് സലാംകായി നിരന്തരമായ ഇടപെടലിലൂടെ ഓരോ വിഷയങ്ങളിലും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ജില്ലയ്ക്ക് പരിപൂർണമായ പിന്തുണ നൽകിയപ്പോൾ നമ്മുടെ ഈ ജില്ലയിൽ 12 സീറ്റുകൾ ജയിച്ചു കയറാൻ നമുക്ക് സാധിച്ചു. ഈ 12 സീറ്റുകൾ ജയിച്ചു കയറുമ്പോൾ എല്ലാവരും കണക്കൂട്ടിയിട്ട പേരാമ്പ്ര സ്വാഭാവികമായും വലിയ വർഗീയ ധ്രുവീകരണത്തിന് അവർ ശ്രമിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ കുന്നാലത്ത് മത്സരിച്ചപ്പോൾ കുന്നാലിൻ്റെ മറുഭാഗത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി 3 തവണ മത്സരിച്ചിട്ട് 12,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് നിൽക്കുന്നിടത്തില്ല ഞാൻ പോയി മത്സരിക്കുന്നത്. അവർക്ക് സ്ഥിരമായി കിട്ടുക. PVS മുസ്തഫ പൂക്കോയ തങ്ങൾ വന്നു പോയതിനു ശേഷം ലീഗിൻ്റെ കോടിച്ചിന് ഉണ്ടായിട്ടുണ്ടാവും ഇല്ല. ഇത്ര കൊല്ലങ്ങൾക്കായി എത്രയോ വർഷങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യർക്ക് കോടി കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു, അവർ നമ്മളോടൊപ്പം നിന്ന് UDF സംവിധാനം ശക്തമായി ഒറ്റക്കെട്ടായി ഇറങ്ങി. 12,000 വോട്ടിൽ നിന്ന് 13,313ലേക്ക് 13,313. അത് ഞങ്ങൾ ചെറുതായി പറഞ്ഞു ഗൗരവല്ലേ, നിനക്കാർക്കും തിരിഞ്ഞില്ലേ? ഉണ്ട്. ആ 313 ഞാൻ ആ 313 നിൽക്കുന്നത് മനസ്സിലായില്ലേ? അമ്മാതിരി അടിക്കെതിരായി വന്നിട്ടുണ്ട്. അത് പണ്ട് കൊടുവള്ളിയിൽ നടന്നാണ്, പാർട്ടിക്കുള്ളിൽ നിന്നല്ല, അവരുടെ ഭാഗത്ത് നിന്ന്. കൊടുവള്ളിയിലുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി ആ കുന്നമംഗലം മണ്ഡലത്തിലെ പ്രവർത്തകന്മാർ നിന്ന ജീവിതത്തിലെ ഒരു സുഖമുണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി എൻ്റെ മനസ്സിനകത്ത് ഞാനത് കുത്തിവെച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് കുറ്റിക്കാട്ടൂരിനും ജനറൽ സെക്രട്ടറി PK മജീദ് ഹാജിക്കും നൽകി ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തോളമായി നിരന്തരമായ പരിപാടികളാണ് പ്രവാസി ലീഗ് കോഴിക്കോട് ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജില്ലാ പ്രവാസി ലീഗിനെ അതിനുവേണ്ടി ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, താഴെത്തട്ടിൽ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും പ്രവാസി ലീഗ് കുറേ കൂടി ശക്തമായി സംഘടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഈ മെമ്പർഷിപ്പോടുകൂടി, ഈ ക്യാമ്പയിനോടുകൂടി അത് ഗൗരവമായി കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമുക്കൊക്കെ ഒരു സന്തോഷത്തിൻ്റെ മുഖം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പരിപാടിയുടെ ഒരു എന്താ പറയുക, പരിപാടിയുടെ ഒരു ഹൈലൈറ്റ് എന്താ പറഞ്ഞാൽ, നമ്മളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരം വീണ്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൈവന്നിരിക്കുന്നു. അധികാരമില്ലാതെ മുസ്ലിം ലീഗില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ 10 വർഷം കേരളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് ഉണ്ടായി എന്നുള്ളതാണ്. അധികാരമില്ലെങ്കിൽ തളർന്നു പോകുമെന്ന് വിചാരിച്ചവരുടെ മുമ്പിൽ നീണ്ട 10 വർഷങ്ങൾ കേരളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള പാർട്ടി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിരുന്നു. ഇപ്പോഴും ഭരണരംഗത്തും അതേ അവസ്ഥയിൽ തന്നെ ഭരണത്തോടുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം, സത്യപ്രതിജ്ഞയോട് നീതി പുലർത്തിക്കൊണ്ട് ഭരിക്കാൻ അറിയുന്ന ഒരു ടീമിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നിയോഗിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി നമ്മൾ കാണാം. ജില്ലാ ജനറൽ സെക്രട്ടറി മജീദ് ഹാജി വടകര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് കുറ്റിക്കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. 1-2 പ്രാവശ്യം കഴിയുമ്പോൾ ആ സംസാരങ്ങൾ വരുമ്പോൾ ഈ പ്രവാസിയുടെ പെൻഷൻ 5,000 ഉറുപ്പികയാക്കി വർദ്ധിപ്പിക്കാനുള്ള സംവിധാനത്തിൽ കഴിഞ്ഞ നിയമസഭയൊക്കെ തീരുമാനമെടുത്തു പോയതാണ്. പക്ഷേ തീരുമാനമെടുത്ത് പോയതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കാൻ റസാഖ് മാസ്റ്റർ പോലെയുള്ള, അതുപോലെ തന്നെ ഇവിടുന്ന് വിജയിച്ചു പോയിട്ടുള്ള പാറക്കലിനെ പോലെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നാൽ ഞങ്ങളുടെ ആവശ്യം നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് റസാഖ് മാസ്റ്റർക്ക് കേൾക്കണമെന്ന് പറയാൻ കാരണം, വിദേശത്ത് പോയി തിരിച്ചു വന്നുകൊണ്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയില്ല. ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിദേശത്തുള്ള ആളുകൾക്കാണ് ഇത് നടപ്പാക്കി കൊടുത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം കമ്പനികളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു കഫ്തീരിയ നടത്തുകയാണെങ്കിൽ പോലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവിടെ നിർബന്ധമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നടപ്പാക്കാതെ, നമുക്ക് നടപ്പാക്കാതെ അവർക്ക് നടപ്പാക്കിയത് തിരിച്ച് നടപ്പാക്കി കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. അതിന് റസാഖ് മാസ്റ്റർ പോലെയുള്ള നേതാക്കന്മാർ മുൻകൈ എടുക്കണമെന്ന് എനിക്ക് സൂചിപ്പിക്കാം. പ്രവാസി ലീഗിന് 5 ലക്ഷം മെമ്പർഷിപ്പ് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
14 ജില്ലകളിലായി 5 ലക്ഷം മെമ്പർഷിപ്പ് വിതരണം നടത്തിക്കൊണ്ട് പ്രവാസി ലീഗ് ഒരു പുതിയ രൂപത്തിൽ നമ്മുടെ മെമ്പർമാരെയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഒരു സംഘടനയിൽ വലിയൊരു പ്രാതിനിധ്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ 20,000 മെമ്പർഷിപ്പ് ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് ഇവിടെ വിതരണം ചെയ്യും. ശേഷം ഓരോ ഘട്ടം ഘട്ടമായി ആവശ്യമുള്ള മണ്ഡലങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള മെമ്പർഷിപ്പ് മണ്ഡലങ്ങളിലേക്ക് നൽകാനും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാസി ലീഗ് രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല പ്രവാസി സംഘടനയായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് പ്രവാസി ലീഗ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രവാസി സംഘടനകൾ ഉണ്ടെങ്കിലും പ്രവാസി ലീഗിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള സംഘടനയാണ് കേരളത്തിൽ പ്രവാസി ലീഗ്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രവാസി ലീഗ് നിരീക്ഷകനുമായ എം കുഞ്ഞാമുട്ടി ആശംസയർപ്പിച്ചു സംസാരിച്ചു. പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിൽ നിന്ന് വിജയിച്ച MLA ആയ MA റസാഖ് മാസ്റ്ററെ ജനറൽ സെക്രട്ടറി KP ഇമ്പിച്ചി മമ്മുഹാജിയും പേരാമ്പ്ര MLA ഫാത്തിമ തഹലിയെ PK മജീദ് ഹാജിയും ആദരിച്ചു. ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ PMA ജലീൽ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ ഭാരവാഹികളായ ഹുസൈൻ കമ്മന, KV ഷെരീഫ്, മഞ്ചേൽ മൂസ ഹാജി, ചേറമ്പറ്റ മമ്മു, കൊയപ്പത്തൊടി മുഹമ്മദ് അലി ഹാജി, കാസിം പള്ളിത്താഴം, റഷീദ് KTK, മടത്തിൽ റഷീദ് വെളിമണ്ണ, PH കുഞ്ഞമ്മദ് ഹാജി, AM നജിബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. MK യൂസഫ് ഹാജി, TK അബ്ദുള്ളക്കോയ, ഉമ്മർ കുനിയിൽ, TK റഫീഖ്, പോക്കർ ഹാജി കപ്ലിക്കണ്ടി, KK സൂപ്പി, മൊയ്തു പുറമണ്ണിൽ, അബ്ദുൾ റഷീദ് ബേപ്പൂർ, റസാഖ് മൂടാടി, C മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി.